ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് തിരുവാതിരയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു തിരുവാതിരേൻ്റെ ചെറിയ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ തിരുവാതിരേൻ്റെ സമയത്ത് നമ്മൾ സാധാരണ ഒരു നാട്ടിൻ പ്രദേശമാണ് കേട്ടോ. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കാണിക്കുക. അതായത് തിരുവാതിരേൻ്റെ അന്ന് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞാൽ ഒരു ഇലക്കുറി വരയ്ക്കും. മാത്രമല്ല പിന്നെ പുഴുക്കുണ്ടാക്കും, കുവ വരകും. ഇതൊക്കെയാണ് കേട്ടോ തിരുവാതിരേൻ്റെ വിശേഷത്തിൽ ഉൾപ്പെടുത്താൻ വിചാരിച്ചിട്ടുള്ളത്. ഇപ്പം അത്രയൊക്കെ ഉള്ളൂ. ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട് ചെറിയൊരു വീട് എന്നിട്ട് അതിൻ്റെ മുറ്റമൊക്കെ നന്നായിട്ട് തിണ്ടൊക്കെ കെട്ടി ചാണകമൊക്കെ മെഴുകി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം പിന്നെ അത്രയ്ക്ക് ബുദ്ധിമുട്ടല്ല, അത് ഭയങ്കര ഇഷ്ടമുള്ളത് സംഭവമായിരുന്നു. ആ സമയമായി കഴിഞ്ഞാൽ മുറ്റമൊക്കെ നന്നാക്കിയിടല്, കൊട്ടടി കൊണ്ട് അടിച്ച് മുറ്റമൊക്കെ നല്ല നീറ്റാക്കി കൊത്തി നല്ല വൃത്തിയായിട്ടാണ് കാണാൻ. പക്ഷെ ഇപ്പം ആ കാലൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമുക്കുള്ളത് എന്താണെന്ന് വെച്ചെങ്കിൽ അതൊക്കെ ഒന്നും കാട്ടിത്തരാം. അതൊന്നും ഇപ്പോൾ ഉള്ള കാര്യമല്ല, അത് മുമ്പത്തെ കാര്യമാണ്. ഇന്നിപ്പോൾ എന്തായാലും ഉണ്ടാവുന്നത് ആദ്യം കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഇലക്കുറി വരയ്ക്കാം. അപ്പോൾ ഇലക്കുറി വരയ്ക്കാൻ നമുക്കൊരു ഇലച്ചീന്ത ആവശ്യമാണ്. വാഴയിലേൻ്റെ ചെറിയൊരു ചീന്താണ്. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമഞ്ഞളാണ്. ഇതൊന്ന് അരച്ചിട്ടെടുക്കണം. നമുക്ക് കുറി അരയ്ക്കാൻ ആവശ്യമായിട്ട് മാത്രം അരച്ചെടുത്താൽ മതി. പിന്നെ അതാക്കണു ചന്ദനം അരയ്ക്കാൻ വേണ്ടിയിട്ട് ചന്ദനത്തിൻ്റെ ഒരു കഷ്ണമുണ്ട്, പിന്നെ റോഡിൻ്റെ കഷ്ണമാണ്. ഇതിലാണ് നമ്മൾ ചന്ദനക്കുറിയൊക്കെ ഇടൽ. അപ്പോൾ അതാ ഇലക്കുറി ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ വാഴയിലേമ 2 കല്ലിയൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ള വാഴേൻ്റെ ഇല അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നല്ല ചന്ദനം ഓടിൻ്റെ കഷ്ണത്തിലിട്ടിട്ട് അരച്ചിട്ടെടുക്കുകയാണ് കേട്ടോ. അത് വേണം. പിന്നെ മാത്രമല്ല നമ്മൾ പച്ചമഞ്ഞൾ പറിച്ചെടുത്ത് കൊണ്ടുവന്നതാണ്. അതും കൂടി നന്നായിട്ട് കുറിയാക്കി വരയ്ക്കാൻ പാകത്തിന് ഒന്ന് നന്നായിട്ട് അരച്ചിട്ട് എടുക്കണം. എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇല വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചന്ദനവും മഞ്ഞളും കൂടി മിക്സ് ചെയ്തത് തേച്ച് കഴിഞ്ഞാൽ ഇലക്കുറി ഇതാ റെഡിയായി. അതിനോട് കൂടി തന്നെ നമ്മളെ കണ്ണും കൂടി ഒന്നുകൊണ്ട് എഴുതി കൊടുക്കുന്നുണ്ട്. മാത്രമല്ല നമ്മളെ സിന്ദൂറും കൂടി ഇട്ട് കഴിഞ്ഞാൽ മേക്കപ്പ് സംഭവങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടോ. ഇതൊക്കെ തിരുവാതിര സ്പെഷ്യലാണ് കേട്ടോ. എന്നും കുളി കഴിഞ്ഞാൽ ആര് കാണാനാ കൺമഷിയും ഇതൊക്കെ. അപ്പോൾ ഇന്ന് ഏതായാലും ഇതൊക്കെ കിടക്കട്ടെ. അപ്പോൾ നമ്മളെ മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുക്കളയ്ക്ക് വന്ന് നോക്കുമ്പോൾ അമ്മ അവിടെ പാചകത്തിലാണ് കേട്ടോ. അപ്പോൾ റവ മാവാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. മാത്രമല്ല നമുക്ക് കുവ ഇന്നലെ പൊടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഉണ്ടാക്കണം. പിന്നെ ഒരു പുഴുക്ക് ഉണ്ടാക്കണം, പപ്പടം കാച്ചണം, പിന്നെ പഴം പുഴുങ്ങണം, ഒക്കെ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ റവ മാവ് ഉണ്ടാക്കാനുള്ള പകുതി പണി, ഏറ്റവും കൂടുതൽ പണി വറുത്തെടുക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ നന്നായിട്ട് വറുത്താൽ തന്നെ നമ്മളെ ഉപ്പുമാവ് നല്ല ടേസ്റ്റ് തന്നെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ റവയൊക്കെ വറുത്ത് വെക്കുമ്പോൾ തന്നെ നമ്മൾ അതിലിത്തിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് വേണം വറുക്കാൻ. അപ്പോൾ നമ്മൾ ഉപ്പുമാവിന് ഒന്നും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ അതാ നമ്മൾ എല്ലാ പച്ചക്കറികളും അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് സവാള, ക്യാരറ്റ്, പിന്നെ പൊട്ടുകടല ഇട്ട് കൊടുത്തിട്ടുണ്ട്, കറിവേപ്പില, ഇഞ്ചി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് വാടുന്ന സമയത്ത് തന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 2 ഗ്ലാസ് റവ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു 2.25 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വെള്ളം നന്നായിട്ട് തിളക്കുന്ന സമയത്ത് തന്നെ റവയൊക്കെ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി വെള്ളത്തിലിട്ട് കൊടുക്കണം കേട്ടോ. റവമാവൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുണ്ടാകും, പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഒന്ന് പറഞ്ഞു തരുന്നത്. പിന്നെ നമ്മൾ ഉപ്പുമാവിന് ഒന്നും കൂടി ടേസ്റ്റ് കൂടാൻ ഞാൻ ഒരു 1/2 ടീസ്പൂണ് നെയ്യും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഏതായാലും ഇപ്പോൾ നെയ്യ് ഇവിടെ ഉണ്ടായതുകൊണ്ട് പിന്നെ അത് ഇട്ട് കൊടുത്തു എന്ന് മാത്രം. പിന്നെ റവമാവ് ഉണ്ടാക്കുകയാണെങ്കിൽ വെള്ളം കറക്റ്റായി കിട്ടണമെങ്കിൽ ഞാൻ റവ ഒന്ന് ഇളക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതാക്കണോ റവയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം തേങ്ങയുടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളെ ഉപ്പുമാവ് ഇവിടെ റെഡിയാവും. കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഒരു 2 മിനിറ്റ് കുറഞ്ഞ തീയിൽ വെക്കുക. എന്നിട്ട് പിന്നെ ഫ്ലെയിം ഓഫ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള തന്നെ നല്ല റവ ഉപ്പുമാവ് ഇവിടെ റെഡിയായി. അപ്പോൾ ഇന്ന് അരിഭക്ഷണം ഒന്നും കഴിക്കണില്ല കേട്ടോ. അപ്പോൾ ആ ഉദ്ദേശം കൊണ്ട് തന്നെ റവമാവിൻ്റെ പണിയൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് പുഴുക്ക് റെഡിയാക്കണം. അപ്പോൾ അമ്മയുടെ കഷ്ണങ്ങളൊക്കെ നുറുക്കണുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇനി ഇതോട് വാങ്ങി വെക്കാം. ഇനി നമുക്ക് പഴം അങ്ങോട്ട് പുഴുങ്ങാനും വെക്കാം. പഴമൊക്കെ അതാ കഷ്ണമാക്കി വെച്ചിട്ടുണ്ട് കുക്കറിൽ. ഒറ്റ വിസിൽ അതായി കഴിഞ്ഞാൽ പിന്നെ അതിക്കൊരു 1/4 ഗ്ലാസ് വെള്ളമേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് മാറ്റി വയ്ക്കാം. പഴം പുഴുങ്ങിയത് അപ്പോൾ റെഡിയാവും. പിന്നെ അതാ കൊണ്ട് ഇന്നലെ ഞാൻ കുവപ്പൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല കട്ടായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അടി ഊറി നിൽക്കുകയാണ്. അപ്പോൾ എന്നാൽ രാവിലെ കുവ
അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പൊടികളൊക്കെ ഒരു ചീനച്ചട്ടിക്കാണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലിട്ടിട്ട് വിറകിയെടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് അടുപ്പത്ത് വെക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് നല്ല പാകമാക്കിയിട്ട് എടുക്കണം. അത്യാവശ്യം നല്ല വെള്ളം ഒഴിച്ച് തന്നെ അത് കുറുക്കിയെടുക്കണം. പിന്നെ അല്ലാച്ചെങ്കിൽ കട്ട കുത്തും, പൊടി വേവണം. അപ്പോൾ അതിനൊക്കെ കണക്കാക്കിയിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. പിന്നെ ഞാൻ ശർക്കര അവിടെ പാലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ശർക്കര പാവാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ നല്ല ഒരു തേങ്ങയും കൂടിയും ചിരണ്ടിയതും കൂടി അതിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇനി അടി പിടിക്കാതെ നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കണം, കൈയെടുക്കാതെ ഇളക്കണം, ഇല്ലയെന്നുണ്ടെങ്കിൽ കട്ട പിടിക്കും കേട്ടോ. പിന്നെ കുട്ടികൾക്കൊക്കെ കുറുക്കുണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കുക. കൂവ വിരകിയതില്ലാതെ എന്ത് തിരുവാതിരയല്ലേ. ഇവിടെ മലപ്പുറം ഭാഗത്തൊക്കെ എല്ലാ വീട്ടിലും തന്നെ കൂവ വിരകും കേട്ടോ. പിന്നെ പുഴുക്കുണ്ടാക്കും, പിന്നെ പപ്പടവും പഴവും ഒക്കെ തന്നെ ആയിരിക്കും രാവിലെ മിക്കവാറും വീട്ടിലുള്ള ഭക്ഷണം കേട്ടോ. അപ്പോൾ അതാ നമ്മളെ കുറുക്കൊക്കെ ഇവിടെ റെഡി ആവുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഓരോ കറുപ്പ് കട്ടകൾ ഇങ്ങനെ പൊന്തണത്. ഇത് അടി പിടിച്ചതല്ല, അതിങ്ങനെ വെന്ത് വരുമ്പോൾ ഓരോ ഭാഗമായിട്ട് കളർ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അതാ ഏകദേശം ഒക്കെ ആവണുണ്ട്. നല്ല രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പൊടി വെന്ത് കിട്ടൂല കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് തന്നെ ആ വെള്ളം കറക്റ്റായി കിട്ടിക്കഴിഞ്ഞാൽ അതിന് രുചി കൂടും. അപ്പം അന്ന് നമ്മൾ വിരകണത് നാടൻ കൂവ അല്ല കേട്ടോ, ബ്ലാത്തിക്കൂവയാണ്. കൂവക്കിഴങ്ങ് പറിച്ചിട്ട് പിന്നെ മിക്സിയിൽ നന്നായിട്ട് അരച്ചിട്ടൊക്കെ ഉണ്ടാക്കിയതാണ് കേട്ടോ സംഭവം. അപ്പോൾ അതാ നമ്മളെ കൂവൊക്കെ വിരകിയതൊക്കെ നല്ല റെഡി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇത് വാങ്ങി വെക്കാം കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു വാഴേൻ്റെ ഇല എടുക്കുക, എല്ലാവർക്കും വേണ്ടതൊക്കെ ഇങ്ങനെ വിളമ്പിയിട്ട് ഇങ്ങനെ ചൂടാറാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ റവ ഉപ്മാവുണ്ട്, പഴം പുഴുങ്ങിയതുണ്ട്, പപ്പടമുണ്ട്. ഇതാണ് സ്പെഷ്യൽ കൂവ. അപ്പോൾ ഇതും കൂട്ടിയിട്ട് ഇനി എല്ലാവരും കൂടി ഒന്ന് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വീണ്ടും കിച്ചണിലേക്ക്. പുഴുക്കിൻ്റെ കാര്യക്ക് വല്ലാതെ അറിയില്ല കേട്ടോ, അത് നമ്മൾ അമ്മേനോട് തന്നെ ചോദിച്ചോക്കാം. പറയേ പിന്നെ മുതിര, മമ്പയർ, പിന്നെന്താ വെള്ളക്കടല, അങ്ങനെയുള്ള ഒക്കെ ഉണ്ട്. പിന്നെ കാവുത്ത്, ചേമ്പ്, കൂർക്ക, പിന്നെ ഇപ്പം എന്തായാലും ഒന്നും കൂടി ഉണ്ട്, വല്യേമ്പ് കൂർക്ക പറ്റിട്ടില്ല കേട്ടോ. അപ്പം ഇട്ടിട്ടുണ്ട്. ഇടിച്ചക്ക വേണമായിരുന്നു അല്ലേ. ഇനി ഉപ്പ് ഇട്ടിട്ട് നമ്മളവിടെ വേവിക്കുക. അപ്പോൾ അതഞ്ഞ് ഇതിൽ തേങ്ങയും പച്ചമുളകൊക്കെ ചതച്ചിടാൻ പറഞ്ഞിട്ട് അമ്മ ഒരു വഴിക്ക് പോവുകയാണ് കേട്ടോ. എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുള്ള പോക്കാണിത്. അമ്മ ഈ ബാഗൊന്നും ഇട്ടിട്ടല്ല പോവുക, മറ്റേ പുറത്തുള്ള ബാഗ് ഇട്ടിട്ടാണ് പോവുക. നിങ്ങൾ സ്കൂളിലേക്കല്ലേ പോണേ, കുട്ടികളായിട്ടല്ലേ പോണേ, ടീച്ചർമാരെ ലുക്കിലാണ് പോണേ. എന്നിട്ട് അമ്മ വീണ്ടും തിരികെ സ്കൂളിലേക്ക് പോയിട്ടോ. അമ്മേനെ യാത്രയാക്കി ഞങ്ങൾ ചായ കൂടി കഴിഞ്ഞു. ഇനി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി മറ്റേ പുഴുക്കൻ്റെ അടുപ്പത്ത് അതിനുള്ള പണിയൊക്കെ നോക്കണം. അപ്പോൾ ഇതാ പുഴുക്കിക്കുള്ള തേങ്ങയും ചീനമുളകൊക്കെ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഡൗട്ട് ഉണ്ട് അതിൽ ജീരകം ഇടുമോ ഇല്ലേന്ന്. അപ്പോൾ ഏതായാലും ജീരകം ഇടണമായിരുന്നു, പക്ഷേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് പിന്നെ ഒരു ഡൗട്ട് പാടുണ്ടോ ഇല്ലെന്ന് അറിയില്ലല്ലോ, അപ്പോൾ ഞാനത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാ നമ്മളെ പുഴുക്കിനുള്ള കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങയും കൂടി അതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടുണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ പുഴുക്ക് റെഡി. പിന്നെ അതിക്ക് ഇത്തിരി കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ തിരുവാതിര സ്പെഷ്യൽ ഫുഡ് ഐറ്റംസ് ഇന്ന് ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ഇനി അച്ഛന് ഒക്കെ ചോറ് വേണം, അത് ചോറും കറിയൊക്കെ ഇനി വയ്ക്കാൻ നിൽക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പം ഇന്ന് എല്ലാവരുടെ വീട്ടിലും ഇതുപോലത്തെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്നോട് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമായേനെ. അപ്പോൾ ടാറ്റാ.